ഹായ്. ജീവിതം കളർഫുൾ ആക്കാനുള്ള അടിപൊളി ടിപ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതായത് വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണുന്നതൊക്കെ വേണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി നിങ്ങൾ ഒഴിവാക്കുക, ഉപേക്ഷിക്കുക. ചിലർ കാണുന്ന എല്ലാം വാരിക്കൂട്ടും അല്ലെ, വാങ്ങാനായിട്ട് ശ്രമിക്കും, വാരിക്കൂട്ടാനായിട്ട് ശ്രമിക്കും. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ചിലർ വാശി പിടിക്കും. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല. എല്ലാത്തിനും നിങ്ങളൊരു ലിമിറ്റ് വെക്കുക. മനസ്സിലായോ? ആരുടെയെങ്കിലും എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഫോൺ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു കാർ മേടിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിച്ചു, അപ്പൊ അതെല്ലാം എനിക്കും വേണം എന്ന് ചിന്തിക്കുന്ന മെന്റാലിറ്റിയിലുള്ളവർക്ക് ഒരിക്കലും അവർക്ക് ജീവിതം ഒരു കളർഫുൾ ആക്കാനായിട്ട് പറ്റില്ല. ഒരു ജീവിതത്തിൽ ഒരു സന്തോഷം അവർക്ക് ഉണ്ടാകത്തില്ല. ഇപ്പൊ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണും. അതിനകത്ത് നമുക്ക് വേണ്ടത് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അല്ലാത്തത് നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് നോക്കി, അതിനൊന്ന് കയ്യിലൊക്കെ എടുത്ത് നോക്കിയിട്ട്, നമുക്ക് വേണ്ടാന്നുള്ള സാധനമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൗതുകമായിരിക്കും, ഒന്ന് എടുത്തൊക്കെ നോക്കിയിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് പോരാം. മനസ്സിലായോ? അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ് എന്നൊക്കെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ മനസ്സിലാവും തീർച്ചയായും. അപ്പം അത് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ സഹകരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പ് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ഹെൽപ്പ് ചോദിക്കാനായിട്ട് നിങ്ങൾ മടി ആകാതിരിക്കുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെയധികം മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അത് എല്ലാവർക്കും കഴിയുന്ന കാര്യവുമല്ല. പക്ഷെ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് ജീവിതം കളർഫുൾ ആക്കാനുള്ള ടിപ്സുകളാണ്. ഓക്കെ, താങ്ക് യു.